Praise the Lord. Praise the Lord. Praise the Lord. പറയുന്നത് കേൾക്കാമോ? കേൾക്കാൻ പറ്റുന്നുണ്ട്. കർത്താവിന്റെ പരിശുദ്ധ നാമത്തിന് നന്ദിയോടെ സ്തോത്രം. ബഹ്റിനിലുള്ള IPC സഭകളുടെ ഈ സംഗമത്തിൽ ഒരു രാത്രി നിങ്ങളോട് ദൈവത്തിന്റെ വചനം പങ്കിടുവാൻ ഒരവസരം നൽകിയതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ഇന്നത്തെ കാലാവസ്ഥ ഈ പ്രദേശത്ത് എല്ലാവർക്കും രോഗവും പ്രയാസവും ഉണ്ടാക്കുന്നതാണ്. അതിൽ കുറവല്ല എനിക്കും. എന്നാൽ ഇങ്ങനൊരു അവസരം വന്നപ്പോൾ പിന്നെയും കർത്താവിന്റെ ദാസൻ വളരെയധികം നിർബന്ധിച്ചതിനാലാണ് ഞാൻ ഇതിൽ കടന്നു വന്നിരിക്കുന്നത്. 67 കൊല്ലങ്ങൾക്ക് മുമ്പാണ് ഞാൻ ഇന്ത്യൻ പെന്തക്കോസ്ത് ദൈവസഭയിലെ ഒരു മെമ്പറായിട്ട് വന്നത്. എനിക്കിപ്പോൾ 88 വയസ്സ് കഴിഞ്ഞു. കർത്താവ് കൃപയാൽ ആരോഗ്യം തരുന്നു, ശുശ്രൂഷ നടക്കുന്നു. കർത്താവിന് നന്ദിയോടെ സ്തോത്രം. എറണാകുളം ഡിസ്ട്രിക്റ്റിലുള്ളതായ പെരുമ്പാവൂർ ടൗണിൽ കഴിഞ്ഞ 45 വർഷമായി ഞാൻ താമസിച്ചുകൊണ്ട് അവിടെ പ്രവർത്തിക്കുകയാണ്. 45 വർഷങ്ങൾക്ക് മുമ്പ് വളരെ ശുഷ്കമായ അവസ്ഥയിൽ കിടന്ന ഒരു ഒരു ദേശമാണ് പെരുമ്പാവൂർ. പെരും പാഴൂർ എന്നാണ് അവർ പറയുന്നത്. എന്നാൽ ഇന്ന് വളരെയധികം സഭകൾ നമുക്ക് അവിടെയുണ്ട്. ഞാൻ വരുമ്പോൾ ഒരു 3-4 ലോക്കൽ സഭകളെ നമുക്ക് ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇന്ന് 120 സഭകളോടും നമുക്കുണ്ട്. കർത്താവിന് നന്ദിയോടെ സ്തോത്രം. ഇന്ന് സഭയ്ക്ക് ആവശ്യമായിരിക്കുന്നത് എന്താണ്? പ്രസംഗമാണോ? എന്താ വേണ്ടിയത്? അപ്പോസ്തലന്മാരുടെ കാലത്ത് പ്രസംഗമായിരുന്നു പ്രധാനം. മൂവ്മെന്റ് ആൻഡ് മോണമെന്റ്. പള്ളി, കെട്ടിടം, ആരാധനാ സ്ഥലം ഒരു മോണമെന്റ് ആണ്, ഓർമ്മ സ്ഥലമാണ് പള്ളി. എന്നാ മൂവ്മെന്റ് അതല്ല, അതിനകത്ത് എന്തെങ്കിലും നടക്കുന്ന കാര്യമാണ്. നമ്മുടെ ഇടയിൽ ഇതൊരു വെറും മോണമെന്റ് ആണോ, അതൊരു മൂവ്മെന്റ് ആണോ? ഉണർവ് എന്ന് പറയുന്നതെല്ലാം ഒരു മൂവ്മെന്റ് ആണ്. പെന്തക്കോസ്തുകാർ 100 കൊല്ലം മുമ്പ് എഴുന്നേറ്റു കേരളത്തെ ഇളക്കി കളഞ്ഞു. അത് മൂവ്മെന്റ് ആയിരുന്നു. അപ്പോൾ ഇന്ന് സഭയുടെ ലക്ഷ്യം വലിയ കൊട്ടാരങ്ങൾ ഉണ്ടാക്കുന്നതും പള്ളി ഉണ്ടാക്കുന്നതും മോണമെന്റ്. ഇത് ഞങ്ങളുടെ പള്ളിയാണ്, പള്ളി വിട്ട് ഞങ്ങൾ പള്ളിയിലേക്ക് വന്നിരിക്കുകയാണെന്ന് പറയുക. അപ്പൊ അതിലൊന്നും കാര്യമൊന്നുമില്ല. നിങ്ങളെ ദൈവമക്കളാണ്, നിങ്ങൾ നാട്ടിൽ നിന്ന് അവിടെ ചെന്നതാണ്. ആരും പിന്മാറ്റക്കാരാണെന്ന് എനിക്ക് തോന്നുന്നില്ല. താല്പര്യമുള്ളവരാണ്, വിശ്വാസമുള്ളവരാണ്. എന്നാൽ ഫലം കായ്ക്കുന്നുണ്ടോ എന്നുള്ളതാണ് വിഷയം. ബർത്ത്, ഗ്രോത്ത്, അതെ, കംപ്ലീഷൻ. അതാണ് നമ്മളെ സംബന്ധിച്ചുള്ളത്. ജനനം, വളർച്ച, ഫലം കായ്ക്കുക, ഫ്രൂഷൻ. നമ്മളിൽ തന്നെ ഫലമാണ് ഈ നാളുകളിൽ ഉണ്ടായിരിക്കുന്നത്. വിശ്വാസിയാണ്, സഭാംഗമാണ്, സഭയ്ക്ക് കൊടുക്കുന്നുണ്ട്, പാസ്റ്റർക്ക് കൊടുക്കുന്നുണ്ട്, ഒരു കുറ്റവും ഇല്ല. പക്ഷെ ഒരു ഫലവും ഇല്ല. What is Christianity? Christianity means, who is a Christian? എന്ന് ചോദിച്ചാൽ another Christian. The fruit of a Christian is another Christian. നീ മുഖാന്തരമായി നീ താമസിച്ച സ്ഥലത്തോ, നീ താമസിക്കുന്ന സ്ഥലങ്ങളിൽ എവിടെയെങ്കിലും, അല്ലെങ്കിൽ ഓഫീസിലോ ആരെയെങ്കിലും ഒരാളെ ദൈവഭാഗത്തേക്ക് കൊണ്ടുവന്നുണ്ടോ? ഇല്ല. ചിലർ കൊണ്ടുവന്ന് കാണും. എന്നാൽ നിങ്ങളുടെ ഡീലിങ്സ് മുഖാന്തരമായി ആയിരങ്ങൾ എഴുന്നേൽക്കേണ്ടതാണ്. കർത്താവായ യേശുവിന്റെ അവസാനത്തെ കമ്മീഷൻ, ഭൂലോകമൊക്കെയും പോയി നിങ്ങൾ സുവിശേഷം അറിയിക്കണം. അപ്പൊ പിടിക്കാൻ നിന്നെ വിളിച്ചിരിക്കുകയാണ്. നിങ്ങൾ വല വീശണം, നിങ്ങൾ മനുഷ്യരെ പിടിക്കുന്നവരാക്കണം. ഇതാ കർത്താവ് പറഞ്ഞ ലാസ്റ്റ് വാക്കുകൾ.
അതിന് സഹായമായി പരിശുദ്ധാത്മാവിനെ ഞാൻ തരും. അതുമൊക്കെ നമുക്ക് സമ്മതിക്കാൻ പരിശുദ്ധാത്മാവിനെ ഒക്കെ തന്നിട്ടുണ്ട്. പക്ഷേ 120 5000 ആയില്ല, 5000 10,000 ആയില്ല, ഒന്നും ആയില്ല. ഇന്നത്തെ അനുഭവങ്ങള് അത് ഒരു 30-40 പേരിൽ കൂടിയ സഭകൾ ആവറേജ് എടുത്താൽ ഇന്ന് കേരളത്തിലില്ല. കുറെ പെട്ടിക്കിടകളെന്ന് പറയാം. എന്താണ് ആളുകൾ വരാത്തത്? പരിശുദ്ധാത്മാവിന് ശക്തി കുറഞ്ഞോ? നോ. വന്നവർ ശക്തി ഇല്ലാത്തവരായി. അതുകൊണ്ട് സഭകൾ ഇന്ന് കേരളത്തിൽ വളരുന്നില്ല. തോമസ് ലേയുടെ കാലത്ത് ഇന്ത്യയിൽ സുവിശേഷം വന്നെന്ന് അവരും പറയുന്നു, രണ്ടു കൂട്ടരും പറയുന്നു. പക്ഷെ സുവിശേഷം വളർന്നു ഇല്ല. ഒരു മാർത്തോമായുടെ ചുണക്കുട്ടിക്ക് പറയാവോ ഇവിടെ ഞങ്ങൾ പുതിയതായി ജാതികളിൽ നിന്ന് ആരെങ്കിലും വന്നെന്ന്? ഇല്ല. അവർ ജാതികളെ കൂട്ടിയില്ല. അന്ത്യോക്യ പാത്രിക്കീസ് ഇവിടെ വന്നു എന്നുള്ളതേ ഉള്ളൂ. അവർക്കും അവകാശപ്പെടാനില്ല. ഞാൻ പറഞ്ഞത്, നമ്മുടെ പിതാക്കന്മാർക്ക് പറ്റിയ അബദ്ധം നമ്മൾ ആവർത്തിക്കുക. മുസൽമാൻ ഇന്ത്യയിൽ വന്നത് 8-ാം നൂറ്റാണ്ടിലാണ് എന്നതിന്റെ ഓർമ്മ. അവരിന്ന് 18%. അപ്പോൾ തന്നെ നമ്മള് 7%, 8% ഉള്ളു ക്രിസ്ത്യാനി. പൊളിറ്റിക്കൽ PC ജോർജ്, രാഷ്ട്രീയക്കാരനായ PC ജോർജ് പൂഞ്ഞാറ് കഴിഞ്ഞ പറഞ്ഞ ആകെ കേരളത്തിൽ ക്രിസ്ത്യാനികൾ 65. അടുത്ത 20 കൊല്ലം കൂടെ കഴിയുമ്പോൾ അത് 40 വരുമെന്നാണ് പുള്ളി പറഞ്ഞത്. ഒന്നാമത് ബർത്ത് കൺട്രോൾ തിയോളജിക്കലും ബയോളജിക്കലും നമ്മൾക്ക് വളർച്ചയില്ല. അപ്പൊ അത് പ്രസംഗിക്കാനാണോ ഈ യോഗം എന്ന് ചോദിക്കും. നല്ലൊരു സ്വോത്രം പറഞ്ഞൊരു യോഗം നടത്തുക. അല്ല, നമ്മൾക്ക് ഇന്നൊരു മോട്ടിവേഷൻ ഇല്ലാതെ, യാതൊരു അത് ലക്ഷ്യവുമില്ലാതെ പോകുന്ന ഒരു പാക്കപ്പിന് മാത്രമാണ്. എന്തുകൊണ്ട് ഇന്ത്യയെ പിടിക്കാൻ നമുക്ക് സാധിച്ചില്ല? 300 കൊല്ലം ബ്രിട്ടീഷ് ഒരു ക്രിസ്ത്യൻ ഭരണത്തിന്റെ കീഴിൽ നമ്മൾ ഇരുന്നതാണ്. അന്നും ഒന്നും സാധിച്ചില്ല. നിങ്ങള് ഗൾഫിലാണെങ്കിൽ നിങ്ങൾ കേരളീയരാണ്. നമ്മുടെ ഉള്ളിൽ മിഷൻ സ്പിരിറ്റ് കയറുന്നില്ല. അത് എപ്പോഴും നമ്മൾ ഓർത്തിരിക്കണം. ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ കമ്മ്യൂണിസത്തിൽ വന്നാൽ അവന്റെ സ്പിരിറ്റ് വേറെയാണ്. അവന്റെ ഇൻക്വിലാബിന് 18 കിലോ തൂക്കമുണ്ട്. കാരണം അവനത് വിശ്വസിക്കുന്നു. ഓരോ രാഷ്ട്രീയ പാർട്ടി ഇന്നത് വിശ്വസിക്കുന്നു. എന്നാൽ നമുക്കതൊന്നുമില്ല. നമുക്ക് എരിവ് എന്നുള്ളത് ഒന്നുമില്ല. പത്രോസേ, നീ എന്നെ അനുഗമിക്കാൻ, ഞാൻ നിന്നെ വലവീശുന്നവരാക്കാൻ പഠിക്കാമെന്നല്ല പറഞ്ഞത്. അപ്പൊ വലവീശുന്നത് അല്ല പറഞ്ഞത്, മനുഷ്യനെ പിടിക്കും. ഇപ്പൊ നമ്മുടെ പണി എന്നാന്ന് ചോദിച്ചാൽ വലവീശു മാത്രമാണ്, പിടുത്തയില്ല. അപ്പൊ വലവീശു പഠിക്കാനായിട്ട് നമ്മൾ പോവുകയാണ് വടക്കേ ഇന്ത്യക്കും കേരളത്തിന്റെ വടക്കേ ഭാഗത്തും ഡൽഹിയും ഡെറാഡൂണും അവിടെ ഇവിടെ ബാംഗ്ലൂരും എല്ലാം പോവുകയാണ്. വലിയ വലിയ കമ്പനികൾ നോക്കി ഡിഗ്രി ഇട്ടാൻ. അത് നല്ല കാര്യമാണ്. പക്ഷെ എത്ര സഭകൾ നീ ഉണ്ടാക്കിയിട്ടുണ്ട്? എത്ര ആത്മാക്കൾ നീ മുഖാന്തരം വന്നിട്ടുണ്ട്? നിന്റെ സ്പിരിറ്റ് ഗോസ്പൽ സ്പിരിറ്റ് ആണോ, അതോ നിന്റെ പ്രകടനമാണോ? ഞാനിപ്പോൾ 50 കൊല്ലത്തോളം ഈ സെന്ററിന്റെ പാസ്റ്ററാണ്. അപ്പൊ വേലക്കാരുടെ സ്ഥലന്മാരെന്ന് ലിസ്റ്റ് കൊടുക്കാൻ വന്നപ്പോ ഒരാളുടെ പേരുമായിട്ട് എന്റെ അരികെ വന്നു. അപ്പൊ അതിനകത്തെല്ലാം കൂടുതൽ എഴുതിയിരിക്കുന്ന പുള്ളിയുടെ ഡിഗ്രിയാണ്. ഞാൻ അന്നേരം തീരുമാനിച്ചു, ഈ ഡിഗ്രി കൊണ്ടൊന്നും കാര്യമൊന്നുമില്ല. അപ്പോസ്തലന്മാര് ഡിഗ്രി കൊണ്ടൊന്നും അല്ല നടത്തിയത്. ഈ പാസ്റ്റർ ഒരു പിന്നോക്ക സമുദായ ചിന്താഗതിക്കാരനാണ്. ദൈവത്തിന്റെ അഭിഷേകത്തിന്റെ ശക്തി കൊണ്ടാണ് ജനം വിടുവിക്കപ്പെട്ടത്. അപ്പൊ അതിനു പകരം
വേറെ സാധനമൊക്കെ എടുത്തു വെച്ചാൽ എങ്ങനെ വെക്കും? അപ്പൊ ഞാൻ ഈ പറഞ്ഞതിന്റെ ചുരുക്കം, നമ്മൾ ഇത്രയും കാലം ഓടി, നമ്മുടെ രാജ്യത്ത് നമുക്കൊന്നും ചെയ്യാൻ ഒത്തില്ല. ഈ പെന്തിക്കോസുകാരെന്ന് പറയുന്ന ആരാ? യാക്കോബായ, മാർത്തോമ, ഓർത്തഡോക്സ് സഭകളിൽ നിന്ന് വന്നവരല്ലേ? അല്ല ജാതികളിൽ നിന്ന് വന്ന ആരെങ്കിലും? വളരെ ചുരുക്കം, 100-10 പേര് പോലും കാണുക. ആത്മാക്കളെ നേടാൻ പറഞ്ഞു. ഭൂലോകമൊക്കെയും പോയി സുവിശേഷം അറിയിക്കാൻ കർത്താവ് പറഞ്ഞു. ഭൂലോകം പോയിട്ട് അയലൊക്കത്തെ അപ്പുറം വരെ നിങ്ങൾ പോകുന്നില്ല, ഞാനും പോകുന്നില്ല. അപ്പോൾ ഒരു എവാഞ്ചലൈസേഷൻ മിനിസ്ട്രി അല്ലെ സുവിശേഷീകരണമാണ് ഉണർവിന്റെ കാരണം. മാർട്ടിൻ ലൂതറിന്റെ കാലത്തും ജോൺ വിക്ലൈഫിന്റെ കാലത്തും എല്ലാം ഉണ്ടായി നടന്ന കാര്യങ്ങളാണ്. അപ്പൊ ഞാൻ പറഞ്ഞത്, നമ്മളിങ്ങനെ പള്ളി വിട്ട് വേറെ പള്ളി വന്ന് എല്ലാ ഞായറാഴ്ചയും കുർബാനയും കൂടി കുർബാന എടുത്ത് പോവുക, സന്തോഷം സന്തോഷം, എന്നാ സന്തോഷം. അപ്പൊ പാപികളായ മനുഷ്യനെ രക്ഷിക്കാൻ യേശു ക്രിസ്തു ക്രൂശിന്മേൽ മരിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ മെസ്സേജ്. ആ മെസ്സേജ് പാപികളോട് പറയത്തക്കവണ്ണം ഇവന് മനസ്സില്ല. സുവിശേഷമല്ലേ പറയേണ്ടത്. അതിൽ കൂടെ ജനം രക്ഷിക്കപ്പെടുമ്പോൾ അതിൽ കൂടെ ശക്തി പകരും. കഷ്ടമായി പോയി ഈ കാലങ്ങളിൽ തീമോത്തിയോസേ വചനം പ്രസംഗിക്കാം. അവിടെ വേറെ കാര്യം പ്രസംഗിക്കാം നിന്നോട് പറഞ്ഞിട്ടില്ല. ഇന്ന് നമുക്ക് പറ്റിയിരിക്കുന്നത് എത്രയും വലിയ ഡിഗ്രി ഉള്ളവരെ വിളിച്ച് പ്രസംഗിച്ചാൽ ഏതാണ്ട് ഉണ്ടാകുന്ന ഒന്നും ഉണ്ടാകുകയില്ല. കഴിഞ്ഞ ദിവസം ഞാൻ വേലക്കാരുടെ യോഗത്തിൽ ചോദിച്ചു, 50 പേരെ സ്നാനപ്പെടുത്തിയവരുണ്ടോ? 60 പേരെ, 10 പേരെ, ഇങ്ങനെ ഇവരെ കണക്കെടുത്തപ്പോഴാണ് എല്ലാവരുടെയും കണക്ക് മനസ്സിലാകുന്നത്. ഇത് ഞാൻ പറഞ്ഞത് ഒരു പ്രബോധനം എന്നുള്ള നിലയിൽ നമുക്ക് ഈ ദിവസങ്ങളിൽ ആവശ്യമായിരിക്കുന്ന ഒരു കാര്യമാണ്. നോ വിഷൻ നോ മിഷൻ. ഒരു മോട്ടിവേഷൻ ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാണ്. ഒരു കാര്യം സംഭവിക്കുന്നതിന് മുമ്പേ സംഭവിച്ചെന്ന് മനസ്സിൽ കാണുന്നതാണ് വിശ്വാസം. അതാ വിഷയം. വിശ്വാസം കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയില്ല. ഞാൻ ഈ സ്ഥലത്ത് വന്ന് 100 സഭ വേണമെന്ന് എഴുതി വെച്ചു, ഒരു ബോർഡ് എഴുതി വെച്ചു. ചുറ്റും നടക്കുന്നിടത്തെല്ലാം അത് തന്നെ പറഞ്ഞു. അങ്ങനെ സംഭവിച്ചു. നിനക്ക് ദർശനമാണ് നമുക്ക് ആവശ്യം. ആ ദർശനമില്ലാതെ സഭ മുന്നോട്ട് പോകില്ല. വാട്ട് ഈസ് യുവർ മിഷൻ ആൻഡ് വാട്ട് ഈസ് യുവർ മിഷൻ? ലോക ചരിത്രത്തിൽ കണ്ടുപിടുത്തക്കാരെ എല്ലാം നിങ്ങൾ നോക്ക്. അവർക്ക് എല്ലാവർക്കും എന്തുണ്ടായിരുന്നു? മിഷൻ, വലിയ മിഷൻ ഉണ്ടായിരുന്നു. കൊളംബസ് അമേരിക്ക കണ്ടുപിടിക്കുകയില്ലായിരുന്നു, മിഷൻ ഇല്ലായിരുന്നു. റൈറ്റ് ബ്രദേഴ്സ് വിമാനം കണ്ടുപിടിക്കുകയില്ലായിരുന്നു, ദർശനമില്ലായിരുന്നേ. അങ്ങനെ ഓരോരുത്തരുടെ കാര്യം എടുത്താലും, ഹെൻറി ഫോർഡ് കാർ കണ്ടുപിടിച്ചത് ഒരു ദർശനമില്ലായിരുന്നേൽ അത് ഉണ്ടാവുമെന്ന് വിശ്വസിച്ചുകൊണ്ടാണ്. അപ്പം പക്ഷേ ഞങ്ങളിപ്പോ ഈ BP-യിലാണുള്ളത്, ബഹ്റിൽ ഞങ്ങൾ താമസിക്കുന്നു. ഞങ്ങൾക്ക് ഇവിടെ എന്നാ എടുക്കാൻ കഴിയും? അവിടെയാണ് ചലഞ്ച്. അവിടുത്തെ രാജാവിനെ ദൈവത്തിന്റെ ഭാഗത്ത് കൊണ്ടുവരാൻ നീ പ്രാർത്ഥിച്ചോ? അയ്യോ, നടക്കുന്ന കാര്യമല്ല, തല പോണ കാര്യം. നടക്കും. അസാധ്യമായതൊന്നുമില്ല. അപ്പൊ ദൈവത്തോട് ചോദിച്ചോ ഈ കുവൈറ്റിനെ, ഈ BP-യെ ആക്കണമെന്ന്. ഞാൻ ബഹ്റിൽ വന്നിട്ടുണ്ട്. പെട്രോൾ കണ്ടുപിടിച്ചത് BP-യിലാണ്, ബഹ്റിലാണ്. അതാ BP കമ്പനി വന്നത്. അപ്പം നിന്റെ ദർശനം പോലെ നിനക്ക് ഭവിക്കുകയുള്ളൂ. അപ്പൊ ദർശനമില്ലാത്തവർക്ക് ജനം നശിച്ചു പോകും. കൃപാവരങ്ങളിൽ ഏറ്റവും പ്രധാനമായ ഒരു വിഷയമാണ് ദർശനം. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ വളരെ ദർശനത്തോടെ വേല ചെയ്താൽ നമ്മൾ ജയിക്കും. അയ്യാ, നാട്ടിൽ നിന്ന് വന്ന ഒരു നല്ല ജോലിയായി, ഇപ്പൊ വീട്ടിൽ പേരെ പണിത് കഴിഞ്ഞു, ഇനിയിപ്പോ പോകുന്നില്ല, മോള് നേഴ്സിംഗ് കഴിഞ്ഞു, ചെറുക്കനാണേലും ഒരുവിധം മെച്ചപ്പെട്ടു, ഹിന്ദി ബൻ ഗയാ,
പോകയാ ബെൻഗയാന്ന്. വളരെ സന്തോഷമായി. അതാ നമ്മുടെ ലക്ഷ്യം അതേ ഉള്ളൂ. വി ആർ നോട്ട് ബോതർഡ് അബൌട്ട് ക്രൈസ്റ്റ് ആൻഡ് ക്രൂസിഫിക്ഷൻ. ക്രിസ്തുവിന്റെ ക്രൂശ് നീയുമായിട്ട് നിനക്ക് ഒരു ബന്ധമില്ല. നീ ജസ്റ്റ് ഓൺലി എ മെമ്പർ കമ്മിങ്. കേൾക്കാൻ വരുന്ന ഒരാളെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നുള്ളൂ. പിന്നെ വേറെ കാര്യങ്ങൾക്കൊന്നും പോലെ ഞങ്ങൾ ഒരു ദോഷവും ചെയ്യുന്നില്ല. അത് എങ്ങനെ ഇരിക്കട്ടെ. അപ്പോസ്തലനായ പൗലോസ് എഫെസ്യർക്ക് ലേഖനം എഴുതുമ്പോൾ വിശ്വാസികളെ പ്രബോധിപ്പിക്കുന്ന അതിശക്തമായ ഒരു അധ്യായമാണ് 5 6. ആകയാൽ പ്രിയ മക്കളെന്ന പോലെ ദൈവത്തെ അനുകരിക്കും. 5 ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി തന്നെത്താൻ ദൈവത്തിന് സൗരഭ്യവാസനയായി വഴിപാടിയാകുമായി അർപ്പിച്ചതുപോലെ സ്നേഹത്തിൽ നടപ്പിൻ. അപ്പോൾ പ്രിയ മക്കളെന്ന പോലെ ദൈവത്തെ അനുകരിക്കുക. ഇമിറ്റേറ്റ് ഗോഡ്. ആ ഇമിറ്റേഷൻ ഒരിതുണ്ട്. നീ ആരെ ഇമിറ്റേറ്റ് ചെയ്യുന്നത്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരു കാലത്ത് വെള്ളത്തൊപ്പിയായിരുന്നു. ഇമിറ്റേഷനാണ്. പട്ടാളത്തിന് ഇമിറ്റേഷനാണ്. അങ്ങനെ വാന പോകും. ആര് ഇമിറ്റേറ്റ് ചെയ്യും? ക്രിസ്തുവിനെയാണോ നീ ഇമിറ്റേറ്റ് ചെയ്യുന്നത്? പ്രിയ മക്കളെന്ന പോലെ ദൈവത്തെ നീ അനുകരിക്കണം. കർത്താവിന്റെ സ്തോത്രം. നിനക്ക് 365 ദിവസം ഈ ഭൂമി തന്നിരിക്കുന്ന എന്തോ ഒരു ഭാഗ്യം. നിനക്ക് ഭക്ഷണം, നിന്റെ ഈ മസിൽസ് വർക്ക് ചെയ്യുന്നു. തമ്പുരാനെ ഒരു ഞരമ്പ് പൊട്ടിയാൽ മതി, നിന്റെ പണി തീർന്നു. ദൈവം വലിയ കാര്യങ്ങൾ ചെയ്തു. അതുകൊണ്ട് ആ ദൈവത്തെ സേവിപ്പാൻ, പുത്രനെ സേവിപ്പാൻ സൗരഭ്യവാസനയായ ഒരു യാഗം നീ നടത്തണം. യാഗം നടത്തുന്നത് എവിടെയാ? ആലയത്തിൽ. സോ ഫസ്റ്റ് യു ഗോ ടു എ ടെമ്പിൾ. ആലയത്തിൽ ആരാധനയ്ക്ക് പോകണം. ആരാധനയാണ് നിന്നെ തന്നെ സമർപ്പിക്കണം. ഇപ്പൊ ആരാധിക്കുക എന്ന് പറയുമ്പോൾ അതിനകത്തെ കാര്യം യാഗവസ്തുവിനെ കെട്ടണം, യാഗവസ്തുവിനെ അറക്കണം, യാഗവസ്തുവിനെ രക്തം കളയണം, യാഗവസ്തുവിന്റെ തൊലി ഉരിയണം, യാഗവസ്തുവിനെ കഷ്ണം കഷ്ണമാകും ആക്കണം. ഇതാണ് യാഗം. ആ ഒരു നിലയിലേക്ക് ക്രിസ്തുവിന് വേണ്ടി അൺകണ്ടീഷണൽ സറണ്ടർ, ഒരു കീഴടങ്ങാതെ ദൈവത്തിനു വേണ്ടി സമർപ്പിക്കുക എന്നുള്ളത് അതിന്റെ അർത്ഥം. ഞായറാഴ്ച മാത്രം ക്രിസ്ത്യാനിയാകുക, ദാറ്റ്സ് നോട്ട് ദ തിങ്. സെവൻത് ഡേ ക്രിസ്ത്യാനി ആയിരിക്കണം നീ. എല്ലാ ദിവസവും എനിക്ക് ദൈവം ഈ ഭൂമി സ്ഥലം തന്നിരിക്കുന്നത്, സമയം തന്നിരിക്കുന്നത് ഞാൻ കർത്താവിനെ വാഴ്ത്താനാണ്. നീ വലിയ 4.5 കോടി വീടിന്റെ പണി കഴിഞ്ഞിട്ട് കിട്ടിയാലല്ല. ഈ ഒരു ദിവസം ഞാൻ പലപ്പോഴും ദൈവം ഇന്ന് ഞാൻ എന്നെ ചെയ്തു, നാളെ എനിക്കില്ല, ആ ദിവസം പോയി. യെസ്റ്റർഡേ ഈസ് ഗോൺ, ടുമോറോ ഹാസ് നോട്ട് കം, ആൻഡ് ടുഡേ ഈസ് ദ ഓൺലി ഡേ. Yesterday is in the tomb. Today is the only day. നാളെയോ നിനക്കൊണ്ടല്ല ഉള്ളൂ. നീ വിചാരിച്ചിട്ടുണ്ടോ ഈ ഒഴുക്ക് അവസാനിക്കുമെന്നാണ്? അതുകൊണ്ട് യാഗമായി കർത്താവിനെ സമർപ്പിക്കണം. യാഗമായി സമർപ്പിക്കാത്ത ഭാഗങ്ങൾ ദൈവത്തിന് എണ്ണി. അത് ഹോമലേഖനത്തിൽ പറയുമ്പോൾ, സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സിനെ ഓർപ്പിച്ച് നിങ്ങളെ ഓർപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായ നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി അർപ്പിക്കണം. അപ്പൊ ശരീരം ദൈവത്തിന് കൊടുക്കാതെ ദൈവത്തിന് ഓപ്പറേറ്റ് ചെയ്യാൻ ഒക്കെയില്ല. വാട്ട് അബൌട്ട് യുവർ ലൈഫ്? വേറെ നിന്റെ ക്രിസ്തീയ ജീവിതം മാലിന്യപ്പെട്ടാണോ ഓടുന്നത്? ദൈവം നിന്നെ തൊട്ടിട്ടുണ്ടോ? വളരെ കവർത, വളരെ സൂക്ഷിക്കണേ. ക്രിസ്തീയ ജീവിതത്തിൽ വന്നിട്ട് കളിയെടുക്കരുത്.
അയ്യോ, അതുകൊണ്ടല്ലേ മരണം കർത്തൃമേശയോടുള്ള ബന്ധത്തിൽ പൗലോസ് പറഞ്ഞ ഇത് ഏതുമായിട്ട് നിങ്ങൾക്ക് തലവേദന ഉണ്ടാകുന്നല്ല പറഞ്ഞ്, ഏതുമായി ചിലർ മരിക്കുമെന്ന്. അപ്പോൾ നമ്മളെ തന്നെ യാഗമായി സമർപ്പിക്കാം. നമ്പർ 2 നമ്മൾ കാണുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഇരുളായിരുന്നു, ഇപ്പോൾ കർത്താവിൽ വെളിച്ചമാകുന്നു. കർത്താവിന് പ്രസാദമായത് എന്തെന്ന് പരിശോധിച്ചുകൊണ്ട് വെളിച്ചത്തിൽ നടപ്പീൻ. സകല സൽഗുണവും സത്യവുമല്ലോ വെളിച്ചത്തിന്റെ ഫലം. ഇരുട്ടിന്റെ നിഷ്ഫല പ്രവൃത്തികളിൽ കൂട്ടാളികളാകരുത്. ഫലമാണ് രണ്ടാമത്തേത്. യു ഗോ ടു എ ഫീൽഡ്. ഫസ്റ്റ് യു ഗോ ടു എ ടെമ്പിൾ ആൻഡ് ദെൻ ദ സെക്കൻഡ് തിങ് ഈസ് ഗോ ടു എ ഫീൽഡ്. ഫലം കായ്ക്കണം. വെളിച്ചമുള്ളിടത്ത് ഫലം വരൂ. ഫലം കായ്ക്കണമെങ്കിൽ വെളിച്ചത്തിൽ ജീവിക്കണം, അല്ലെങ്കിൽ കായ്ക്കില്ല. നിങ്ങൾ ഉണ്ടായിരുന്നായിരുന്നു, ഇപ്പോഴോ കർത്താവിൽ വെളിച്ചമാണ്. അപ്പൊ ഇരുട്ടിലെ പ്രവൃത്തികളിൽ നിന്ന് നിഷ്ഫല പ്രവൃത്തികളിൽ നിങ്ങൾ കൂട്ടാളികളാകരുത്. ഓരോ ദിവസവും രാവിലെ അവരുടെ കുടുംബ പ്രാർത്ഥനയല്ല. ഞാൻ യാക്കോബായ സമിതിയിലെ അംഗമായിരുന്നു. യാക്കോബായാലും മാർത്താമായാലും എല്ലാം പ്രാർത്ഥനയുണ്ടെന്ന്. നീ രാവിലെ ദൈവത്തെ ബോധിപ്പിക്കാനായിട്ട് ചുമ്മാ എഴുന്നേറ്റ് ലക്ഷ്യബോധം ഇല്ലാതെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയല്ല പ്രാർത്ഥന. There must be a soul. ഇവിടെ ഉപവാസ പ്രാർത്ഥന വെച്ചിരിക്കുന്നത് എന്തിനാണെന്ന് നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ എല്ലാവരും പറയും, ഒരുപാട് കാര്യങ്ങൾ പറയും. വൺ തിങ്, ഒന്ന് ഞാൻ ചെയ്യുന്നു. ഒരു വിഷയത്തെ സ്പേസ് ചെയ്തുകൊണ്ട് അടിച്ചാൽ അതേക്കും. 100 കാര്യം പറഞ്ഞാൽ രക്ഷയില്ല, അത് നടക്കുകയില്ല. അപ്പോൾ നിങ്ങൾ വയലിലേക്ക് പോകണമെന്നാണ് പറഞ്ഞത്. അടുത്ത് പറയുന്നത് സൂക്ഷ്മത്തോടെ ജ്ഞാനികളായിട്ടല്ല അജ്ഞാനികളായി നടപ്പാൻ നോക്കുകയും എന്ന് പറഞ്ഞാൽ ഒരു മാർക്കറ്റിലേക്ക് നിങ്ങളെ കൊണ്ടുപോവുകയാണ്. അജ്ഞാനികളായി നടക്കാതെ അബദ്ധം കാണിക്കരുത്. കച്ചവടം വളരെ ജയിക്കണം. സൂക്ഷ്മത്തോടെ ജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായി നടക്കണം. കാരണം ഈ വൈസ് ഇതൊരു കച്ചവടം, പെട്ടെന്ന് കച്ചവടം തെന്നിപ്പോവും. അപ്പൊ ഇവിടെ ഒരു മാർക്കറ്റിൽ എന്ന പോലെ നീ ജീവിക്കുന്നിടത്ത് ഒരു ആളെ രക്ഷപ്പെടുത്താൻ നല്ല മാർഗമായിരിക്കും. രോഗിയായപ്പോൾ അവിടെ ഒന്ന് പ്രാർത്ഥിച്ചു. അവനൊരു പ്രയാസം വന്നപ്പോൾ 10 രൂപ കൊടുത്തത്. കർത്താവിനെ നന്ദിയോടെ സ്തോത്രം. നമ്മള് കൊടുക്കുന്ന കാര്യത്തിലും ഒക്കെ ഇതൊക്കെ അറിയുന്ന ഒരു ദൈവം. ഇത് കച്ചവടമാണ്. ഇവനെ രക്ഷയിലേക്ക് നയിക്കാൻ ഇത് തന്നെ വഴി. അവിടെ പോകണം, കഷ്ടപ്പെടണം, വണ്ടി എടുക്കണം, അത് നീ പോകണം. യാത്രകൾ അത് രാത്രികളിലും യാമങ്ങളിലും അത് തന്നെ വെച്ച് പ്രാർത്ഥിക്കണം. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നീ അറിയാതെ ആത്മാക്കൾ മുന്നോട്ട് വരും. എൻ്റെ വിഷയം ചർച്ച് ഗ്രോത്ത് എന്നുള്ളൊരു വിഷയത്തിന്റെ ഭാഗമാണ് ഞാൻ ഈ പറയുന്നത്. അടുത്ത പറയുന്നത് 4, ഒരു വിരുന്ന് വീട്ടിലേക്ക് നിങ്ങളെ കൊണ്ടുപോവുകയാണ്. ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും തമ്മിൽ സംസാരിച്ചും നിങ്ങളുടെ ഹൃദയങ്ങൾ കർത്താവിന് പാടിയും കർത്താവിന്റെ നാമത്തിൽ എപ്പോഴും ദൈവത്തിന് സ്തോത്രം ചെയ്യും. ക്രിസ്തുവിന്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരുപ്പീൻ. ഒരു വിരുന്ന് വീട്ടിൽ ആത്മാവ് നിറഞ്ഞ അനുഭവമാണ്. പിന്നീട് അന്യഭാഷയെ സംസാരിക്കാത്ത ആളുകളായിരിക്കും ഒരു 60% ആൾക്കാർ നമ്മുടെ സഭയിൽ. ദൈവത്തിന്റെ മക്കൾ ദൈവത്തിന്റെ ഭാഷ സംസാരിക്കണം. അതറിയാവോ? നീ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നീ അന്യഭാഷയിൽ പ്രാർത്ഥിക്കാവോ? അങ്ങനെ ദൈവത്തിന് മലയാളം അറിയാൻ അല്ല. യു ആർ എ ബോൺ അഗൈൻ ക്രിസ്ത്യൻ. യു ആർ എ ചൈൽഡ് ഓഫ് ഗോഡ്. നീ ദൈവത്തിന്റെ മനുഷ്യനാണ്. അപ്പൊ ദൈവത്തിന്റെ ഭാഷയുണ്ട്. അതുകൊണ്ട് പൗലോസ് പറഞ്ഞത്, അതെ, ഞാൻ എല്ലാവരെക്കാളും അധികം അന്യഭാഷയിൽ സംസാരിക്കുന്നു. ചിലരുടെ ധാരണ ഭാഷയുടെ നിർബന്ധം കൊണ്ട് 4 വാക്ക് ചാചാന്നവരും പറഞ്ഞാൽ മതിയെന്ന്. അതല്ല ഇത് ഉദ്ദേശം. ആത്മീയ വർധന വരണമെങ്കിൽ അന്യഭാഷയെ സംസാരിക്കണം. അതിന് നിനക്ക് മനസ്സില്ല, കാത്തിരിപ്പാൻ മനസ്സില്ല, ഒരു പ്രാർത്ഥനാ യോഗത്തിൽ വന്നിരിക്കാൻ മനസ്സില്ല, ആ കാര്യം സഭയിൽ പറയാൻ പാസ്റ്റർക്ക് മനസ്സില്ല. അതൊന്നും ഈ കാലത്തെ വിഷയങ്ങളല്ല.
ഞാൻ പല മെടുക്കന്മാരെ സന്ദർശിച്ചിട്ടുണ്ട്. ഇവരെ പ്രാർത്ഥിക്കുന്നവരാണ്, ഇവർ അന്യഭാഷ പറയുന്നവരാണോ? എനിക്ക് അതിനകത്തൊരു വലിയ താല്പര്യമില്ല. താല്പര്യമില്ലെന്ന് പറഞ്ഞാൽ വിശ്വാസികൾ എന്നുള്ളതല്ല, എന്നാലും ഇവൻ ഇത്രേ ഉള്ളതെന്ന് മനസ്സിലാക്കാം. അന്യഭാഷയെ സംസാരിക്കുക, അന്യഭാഷയെ പറയുക എന്നൊക്കെ പറഞ്ഞാൽ ഇറ്റ്സ് വെരി ഡീപ് തിങ്സ്. ദൈവത്തിന്റെ മർമ്മങ്ങളാകും. അപ്പോൾ ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചും നിങ്ങളുടെ ഹൃദയത്തിൽ നന്ദിയോടെ പാടിയും ഇങ്ങനെ ദൈവത്തിന്റെ വചനം ഐശ്വര്യമായ ആ ഒരു സ്വഭാവം 64 കൊല്ലം മുമ്പ് ഞാൻ ഓർക്കായിരുന്നു. ഞങ്ങളുടെ അയൽവക്കത്ത് ആദ്യം വന്ന വിശ്വാസികളൊക്കെ വായെടുത്ത സ്വോത്രം 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 കൈ കൊടുത്താൽ വേറെ ഭാഷകളൊന്നും അവർ ഉപയോഗിക്കില്ല. നാട്ടിലെ ഭാഷ വിശ്വാസികൾ അവിടെ ഉപയോഗിച്ചിരുന്നില്ല. അത് എനിക്ക് തന്നെ ഇപ്പൊ പറയാൻ കഴിയും. വിശ്വാസികൾ വളരെ ശ്രദ്ധിക്കണം. നാവാണ് സകല ദോഷം ഉണ്ടാക്കുന്നത്. ആ നാവിനാൽ ദൈവത്തെ സ്തുതിക്കുന്നു, മറ്റു വാക്കും പറയും. അപ്പൊ ഈ നാവ് കൊണ്ട് നീ വാസ്തവത്തിൽ കർത്താവിനെ സ്തുതിച്ചുകൊണ്ടിരിക്കണം. കർത്താവിനെ നന്ദിയോടെ സ്തോത്രം. ഹൃദയമാകുന്ന ടൈപ്പ്റൈറ്ററിന്റെ ഹൃദയമാകുന്ന ടൈപ്പ്റൈറ്റർ കൊണ്ട് നമ്മൾ അടിക്കണം. നാക്കാകുന്ന ടൈപ്പ്റൈറ്റർ, മനസ്സിലായോ? അതിൽ വേണം നീ അടിച്ചെടുക്കാനായിട്ട്. പിന്നെ നാക്ക് വെച്ചിരിക്കുന്നത് ഹൃദയമാകുന്ന ഹൃദയത്തിലേക്ക് ടൈപ്പ് ചെയ്ത് കയറണം. വായിൽ വരുന്നത് ഹൃദയത്തിൽ കയറും. അത് നിനക്ക് അപകടമായി വരും, നന്മയായി വരും. അപ്പോൾ പ്രാർത്ഥന മുടക്കരുത്, വല്ലപ്പോഴും പ്രാർത്ഥിക്കും. അതേക്കുറിച്ച് അല്പം കൂടെ പിന്നീട് പറയാം. കർത്താവിന്റെ സ്തോത്രം. അപ്പോൾ 4 കൂട്ടരെ കുറിച്ച് 4 ഇടത്ത് കൂടെ നമ്മൾ കടന്നു പോകണം. ഒന്ന് ഒരു ആലയത്തിൽ കൂടെ, ഒന്ന് ഒരു ഫീൽഡിൽ കൂടെ, 3 ഒരു മാർക്കറ്റിൽ കൂടെ, 4-ാമത്തേത് വരുമ്പോൾ ഒരു വിരുന്ന് വീട്ടിൽ കൂടെ, അടുത്തത് ഭാര്യ ഭർത്താക്കന്മാരെ, പിന്നെ അതിലെ പോലീസ് കയറി കുടുംബത്തിൽ കൂടെ. നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങി. പത്രോസും അത് തന്നെയാണ്. ക്രിസ്തു രക്ഷിതാവായി സഭയ്ക്ക് തലയാകുന്ന പോലെ ഭർത്താവ് ഭാര്യയ്ക്ക് തലയാണ്. അപ്പൊ അത് പരിശുദ്ധാത്മാവ് എഴുതിയിരിക്കുന്ന അമേരിക്കയിലെ ഭരണഘടന സ്ത്രീസ്വാതന്ത്ര്യം എങ്ങനെ വെച്ചെന്നോ ഇന്ത്യയിൽ എങ്ങനെ വെച്ചെന്നുള്ളതല്ല. സ്ത്രീകൾ സബ്മിസീവ് ആയിരിക്കണം, അല്ലെങ്കിൽ ആ കുടുംബജീവിതം വളരെ സക്സസ് ആകുകയില്ല. ഓവർടേക്ക് ചെയ്യുന്ന സ്വഭാവം, ഭർത്താവുമായിട്ട് വഴക്ക് പിടിക്കുന്ന സ്വഭാവം ആ സ്ത്രീയിൽ കൂടിയാണ് നിന്നോട് അബദ്ധം വന്നത്. അത് കുടുംബജീവിതത്തിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ ഉള്ള ആ വിടുതലാണ് ഇന്നത്തെ ലോകത്തിന്റെ ശാപം. അപ്പനൊരു വഴിക്ക്, മകനൊരു വഴിക്ക്, ഭാര്യ ഒരു വഴിക്ക്. ഇന്നിപ്പോ തന്നെ നമുക്ക് ഓഡിയോ ഒക്കെ തുറന്നാല് നമുക്ക് കാണാൻ കഴിയുന്ന മുഴുവൻ സിനിമ, കാണാൻ കഴിയുന്ന മുഴുവൻ സ്പോർട്സ്, കാണാൻ കഴിയുന്ന മുഴുവൻ മറ്റു കാര്യങ്ങൾ. ആത്മീയ കാര്യങ്ങൾക്ക് മുൻഗണന പത്രങ്ങളിലില്ല. കൊലപാതകം ദിവസവും വർദ്ധിക്കുന്നു. കേരളത്തിൽ ഭയങ്കരമായിരിക്കും, പ്രത്യേകിച്ച് പെൺകുട്ടികൾ. കുടുംബജീവിതത്തിൽ ഭാര്യയും ഭർത്താവും വളരെ കെട്ടുറപ്പോടെ കുടുംബത്തെ സൂക്ഷിക്കണം. അവര് കെട്ടിയില്ല എങ്കിൽ പിശാചിന് ഇടം കൊടുക്കരുത്. പിശാചുണ്ടോ? ഉണ്ട്. ഞാൻ പ്രസംഗിക്കുമ്പോ ഉണ്ടെന്നേ. അത് വളരെ ശ്രദ്ധിച്ചോണം. നിന്റെ വീട്ടിൽ അനർത്ഥങ്ങൾ വരുന്നതിന്റെ കാരണം, നിന്റെ വീട്ടിൽ ഗ്രഹപ്പഴകൾ വരുന്നതിന്റെ കാരണം തടയേണ്ടതും തടയുന്നില്ല. ഇയ്യോബ് വീടിന്റെ ചുറ്റും വേലി കെട്ടിക്കൊണ്ടിരുന്നാണ്. അവൻ പറഞ്ഞാൽ പൊളിക്കൊന്ന് കാണാമെന്ന്. പൊളിച്ചു, അനർത്ഥവും വന്നു. അത് നമുക്കൊരു പാഠമാണ്. ഓരോ ദിവസവും നീ വണ്ടിയെ കയറുമ്പോ നീ രക്തം തെളിച്ചേ കയറാവൂ. ഒരു ദിവസം നീ ആഫീസിൽ പോകുമ്പോൾ യേശുവിന്റെ രക്തം പറയാതെ അവിടെ കയറരുത്. അങ്ങനെ പറഞ്ഞാൽ ആ പകൽ മുഴുവൻ സാത്താന്റെ സകല പണിയോടെ പണിപ്പെടുത്തരുത്. നിന്റെ വാക്കുകൾ തെറ്റിപ്പോകുകയില്ല.
നീ ചെയ്യുന്ന കറക്റ്റ് ആയിരിക്കും. നിന്നോട് ശത്രുത്വം ഇല്ലാതെ വരും. നിന്നെ കമ്പനി ബഹുമാനിക്കും. നീ ദൈവത്തിന് ആശ്രയില്ല. ഒന്നുമില്ല. നേരം വിളിക്കുമ്പോൾ എഴുന്നേറ്റ് യേശു സ്തോത്രം എന്ന് പറ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തോത്രം എന്ന് പറ. 10 മിനിറ്റ് കർത്താവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങാൻ അനർത്ഥങ്ങൾ വരികയില്ല. ഒരു ദിവസം ഈയലി ചാകുന്ന പോലെ എത്ര എണ്ണ വഴിച്ചാകുന്നു മനുഷ്യൻ. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ കുടുംബജീവിതത്തിന്റെ ഭദ്രതയിൽ സാത്താൻ കടന്നു. സാത്താൻ കുടുംബങ്ങളെ തകർക്കാൻ നടക്കുക. അങ്ങനെ വരുമ്പോൾ അവർ തമ്മിലുള്ള കാര്യങ്ങള് പറയാനായിട്ട് ഇനിയും ഞാൻ കൂടുതൽ സമയമെടുക്കുന്നില്ല. ഭാര്യയും ഭർത്താവും, ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കുകയും ഭാര്യ ഭർത്താവിനെ അനുസരിക്കുകയും ചെയ്യണമെന്നുള്ളത് കടപ്പാടാണ്. അതിനകത്ത് ഒരുപാട് തെറ്റുകൾ വരുന്നുണ്ട്. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അതെല്ലാം പബ്ലിക്കായിട്ട് പറയേണ്ട ആവശ്യമില്ല. ഇതെല്ലാം വളരെ കരുതലായി പഠിക്കേണ്ടതാണ്. അത് കഴിഞ്ഞ് ഞാനിത് ക്രിസ്തുവിനെ സഭയെ ഉദ്ദേശിച്ചാണ് പറയുന്നത്. കുടുംബജീവിതത്തിൽ മക്കളെ അമ്മയപ്പന്മാരെ അനുസരിക്കണം. ഇത് മകൻ പാതിരായ വെളുക്കപ്പുറം വരെ കിടന്ന പുറം കണ്ട് കിടക്കും. കുടുംബത്തിൽ ഡിസിപ്ലിൻ ഇല്ല. ഈ ജയിലിൽ കിടക്കുന്ന ക്രിമിനൽസ് കൂടുതലും അവരുടെ അപ്പനും അമ്മയും ക്രിമിനൽസ് കുറ്റവാളികളായിരുന്നു. ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരു കുടുംബത്തിൽ അവർ ജനിച്ചെന്നുള്ളത് തെളിവാണ്. ഇന്ത്യയുടെ പ്രസിഡന്റ് ആകണമെങ്കിൽ 5 തലമുറ പുറകോട്ട് നോക്കിച്ചേ കൊടുക്കും. അമേരിക്കൻ പ്രസിഡന്റ് ആകണേല് 5 തലമുറ പുറകോട്ട് നോക്കിച്ചേ കൊടുക്കും. കാരണം ഇവൻ ഒരു ക്രിമിനൽ ആയിരുന്നു. അവന്റെ ബാക്ക്ഗ്രൗണ്ട് അഡോൾഫ് ഹിറ്റ്ലറാണ്. അവന്റെ അപ്പന്റെ 2ാമത്തെ ജാരസന്തതിയാണ്. അവനാണ് യഹൂദന്മാരെ കൊന്നത്. അവന്റെ അപ്പൻ മോശമായിരുന്നു. അപ്പം അമ്മയപ്പന്മാരെ കുടുംബം ശ്രദ്ധിക്കണേ. സഭായത്തിന് കൊണ്ടുപോണേ. സൺഡേ സ്കൂളിന് വിടണേ. ഭാഷ പറയുന്നത് കേൾക്കണേ. ഭാഷയെ വീട്ടിൽ വന്നിരുന്ന് ചീത്ത പറയരുത്. ആത്മീയരായി വളരാൻ ശ്രദ്ധിക്കണം. വേറൊരു നാട്ടിലേക്കുള്ള യാത്രക്കാരാണ്. അമ്മയപ്പന്മാരെ നിങ്ങൾ മക്കളെ അത് അപ്പനെ അനുസരിക്കണം. മക്കളെ കോപിപ്പിക്കാതെ. ചില മാതാപിതാക്കന്മാർക്ക് മക്കളോട് ഇടപെടുന്നതിന് അറിയാൻ പാടില്ല. ഇതെല്ലാം വലിയ പ്രധാനമായ കാര്യം. അവരെ ഉപദ്രവിക്കാനും വേണ്ടി ചിലർ വളരെ ഇൻട്രസ്റ്റഡ് ആണ്. ആത്മഹത്യക്ക് കാരണമാണ്. അത് അവരെ കോപിപ്പിക്കാതെ ബാലശിക്ഷയിലും പത്യോപദേശത്തിലും അവരെ വളർത്തണം. അതിനൊക്കെ അപ്പോഴും ഒന്ന് ശ്രമിക്കണം. നിനക്ക് തന്നിരിക്കുന്ന കുടുംബം ഈ ഭൂമിയിൽ വാഴാൻ ദൈവം വാഴാൻ തന്നിരിക്കുന്നത് നീ സൂചിച്ച് ഇവിടെ ചാകാനല്ല. നിനക്ക് വേറൊരു നാടുണ്ട്. ഒരു പീരീഡാണ്. അതുകൊണ്ട് അനുഗ്രഹകരമായി മക്കളെ വളർത്തണം. എനിക്ക് അതിനെക്കുറിച്ച് ഒരുപാട് പറയാനുണ്ട്. എന്നാൽ അത് ഈ സമയം പറയുന്നില്ല. ഭാര്യാഭർത്ത ജീവിതത്തിൽ പ്രാർത്ഥിക്കാത്ത കുടുംബത്തിൽ പിശാച് കടക്കും. അത് ഡെഫിനറ്റ് ആണ്. അവളിൽ കയറുമല്ലേ ഇവളിൽ കയറും. പ്രാർത്ഥിക്കുന്ന കുടുംബം നിലനിൽക്കും. ഫാമിലി പ്രേ ടുഗദർ, ദേ സ്റ്റേ ടുഗദർ. പ്രാർത്ഥിക്കുന്നില്ല, പ്രാർത്ഥനയില്ല. എല്ലാവരും കാണും. സഭായോഗത്തിൽ വേണ്ടി വെച്ചോ. പേഴ്സണലായിട്ട് അവരോട് ഇടപെട്ടാൽ അത് കാണുക. E.M. ബൗൺസ് എഴുതിയിരിക്കുന്നത് കുറിയായ സഭയുടെ ഏറ്റവും വലിയ വളർച്ചയ്ക്ക് കാരണമായ യോഗിച്ചോ എഴുതിയിരിക്കുന്നത് 4 മണിക്കൂറെങ്കിലും ഒരാൾ പ്രാർത്ഥിക്കണമെന്നാണ്. കാരണം സാത്താനെ ബന്ധിക്കാൻ പ്രാർത്ഥനയാണ് പ്രധാനം. നീ ഇവിടെ ചെയ്യുന്ന കാര്യം 100 ഇരട്ടി ദൈവം നിനക്ക് വേണ്ടി ചെയ്ത് നീ ഉദ്ദേശിക്കുന്നയാളെ വേഗം കൊണ്ടുത്തരും. നിന്റെ മക്കളുടെ കല്യാണം അങ്ങനെ നടന്നത് ഒന്നും നിനക്ക് ഭാരമാകുക. നീ പ്രാർത്ഥിക്കണം, മുട്ടുകുത്തണം. പ്രാർത്ഥനയുടെ ആത്മാവുണ്ടെങ്കിൽ നീ ജയിച്ചു. പ്രാർത്ഥിക്കാത്തൊരു വിശ്വാസിയെ കുറിച്ച് എനിക്ക് യാതൊരു പ്രത്യാശയില്ല. അവൻ കിണിയിൽ വീഴുമെന്നുള്ളത് സത്യം. അപ്പോൾ അങ്ങനെ പറഞ്ഞ ശേഷം 10-ാം വാക്യത്തിൽ, 6-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ അതുപോലെ യജമാനന്മാരും ദാസന്മാരും തമ്മിലുള്ള ഡീലിങ്സ്
ഇന്ന് ട്രേഡ് യൂണിയൻ, അവിടെയും തകർച്ചകളാണ്. ഇതെല്ലാം ആത്മീയ ജീവിതത്തിന് തടസ്സമാണ്. ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുകയും പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവൃതം ധരിച്ചുകൊള്ളുകയും. നമുക്ക് പോരാട്ടമുള്ളത് ജനരക്തങ്ങളോടല്ല, വാഴ്ചകൾ, അധികാരങ്ങൾ, ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളുടെ ദുഷ്ടാത്മസേനകളോടും. അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർക്കുവാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽക്കാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർക്കും എടുത്തുകൊള്ളുക. ആരൊക്കെ സത്യം കേട്ടുക. അപ്പൊ ആ കാര്യത്തിൽ ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിൽ ശക്തിപ്പെടുവാൻ പറഞ്ഞിരിക്കുന്നത് സകല പ്രാർത്ഥനയിൽ യാചനയാലും എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. സകല പ്രാർത്ഥനയാലും യാചനയാലും ഏത് നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചും കൊണ്ട് വിശുദ്ധന്മാർക്കും എനിക്ക് വേണ്ടിയും പ്രാർത്ഥനയിൽ ശ്രദ്ധ കാണും. ഈ കാര്യത്തിനാണ് നമ്മളെ പടയാളികളാക്കി നിർത്തിയിരിക്കുന്നത്. You are a soldier of Christ. What are you doing? You are fighting against the powers of darkness. അന്ധകാരത്തിന്റെ ശക്തികളോട് നിങ്ങൾ പോരാടും. ഇത് ബന്ധുസാരോടായി പറയുന്നത് ഈ എപ്പിസിലെ ചുമ്മാ പള്ളി പോകുന്ന കാര്യമല്ല പറയുന്നത്. നിനക്ക് പോരാട്ടം ഉണ്ടാവും. നിന്റെ വീടിനെതിരെ പോരാട്ടം ഉണ്ടെന്ന് പറഞ്ഞാൽ ഇയാളൊരു കള്ളപ്രവാചകനാണ്. നിശ്ചയമായും ഒരു വീട് വെച്ചാൽ നിന്റെ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ വന്നാൽ അവിടെ എല്ലാം ഒരു എതിർ ശക്തി നിനക്കെതിരെ പോരാടുന്നത്. അതുകൊണ്ടാണ് പ്രാർത്ഥനയെ ഉച്ചരിക്കുന്നത്. ഏത് നേരത്തും നമ്മുടെ ആത്മാവ് പ്രാർത്ഥനയായിരിക്കും. സ്തോത്രം കർത്താവേ, സ്തോത്രം. അങ്ങനെ വരുമ്പോൾ ലോകത്തിലെ ശക്തി ഇതിനെ വലിക്കാനൊക്കെ ഏത് നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചു. അതിനായി ജാഗരിച്ചും കൊണ്ട് സകല വിശുദ്ധന്മാർക്കും എനിക്ക് വേണ്ടിയും പ്രാർത്ഥനയെ സ്ഥിരത കാണിക്കണം. ജാഗരിക്കുക എന്ന് പറഞ്ഞാൽ ഉറക്കളച്ച് പ്രാർത്ഥിക്കണം. ഈ പ്രാർത്ഥനയിൽ നമുക്ക് വളരെ സമയം പ്രാർത്ഥിക്കാൻ സാധിക്കാത്തത് എന്തുകൊണ്ടാണ്? ഒരാൾക്ക് 2 മണിക്കൂറൊന്നും പ്രാർത്ഥിക്കാൻ സാധിക്കും. പ്രാർത്ഥിക്കും എല്ലാവരും കൂടെ കൂടി 4 വാക്കുക, 10 മിനിറ്റ്. എന്നാൽ പ്രാർത്ഥന അങ്ങനെ നിർത്താൻ പാടില്ല. ദീർഘമായി ലോങ് പ്രയർ ആണ് ദൈവം ഉദ്ദേശിക്കുന്നത്. ഞാന് പ്രാർത്ഥിക്കുന്ന എഴുതിയിട്ടേ പ്രാർത്ഥന. ചുമ്മാ പ്രാർത്ഥിക്കുക, ചുമ്മാ പ്രാർത്ഥിച്ച മറന്നു. ഞാൻ എന്തെല്ലാം കൈ ചൂണ്ടി എഴുതിയോ അവിടെ എല്ലാം എന്റെ കൈ വന്നു. ലക്ഷ്യബോധമില്ലാതെ പ്രാർത്ഥിക്കരുത്. ചുമ്മാ കുറെ പ്രാർത്ഥിക്കുന്നവരുണ്ട്, സമയം കളയാൻ. അവർക്ക് ഒരുപാട് ബാക്കി പറയും. ഒന്നും സൂക്ഷിച്ചു വരികയില്ല. നിനക്ക് എന്താണ് വേണ്ടിയത്? നീ എന്നോട് ചോദിക്കുക, ഞാൻ നിനക്ക് എന്ത് ചെയ്യാം? അത് നീ പറയണം. ചോദിപ്പീൻ കിട്ടും, മുത്തുവിൻ തുറക്കപ്പെടും, അന്വേഷിപ്പീൻ കണ്ടെത്തുമെന്ന് കർത്താവല്ലേ. മക്കൾ അപ്പം ചോദിച്ചാൽ കല്ല് കൊടുക്കുകയില്ല. നീ ഒരു പെരയ്ക്ക് വേണ്ടി അത് ദൈവം ചോദിച്ചെങ്കിൽ നിനക്ക് വേറെ ഒന്നും തരികയില്ല. അത് തന്നെ തരും. നീ പേടിക്കാതെ. വലിയവനായ ദൈവം എത്ര വലിയവനാണ്. അവന്റെ അരികിൽ എല്ലാ കാര്യവും അങ്ങ് വെച്ചു. ഒരു ശത്രുവും എതിരാകിയല്ല. എനിക്കറിയാം, ഈ സെന്ററിൽ എത്രയോ വേലക്കാർ വന്നുപോയി, നല്ലവരും അല്ലാത്തവരും, ഉഴപ്പന്മാരും ഒക്കെ. അപ്പൊ ഉഴപ്പിയവരല്ല ഇന്ന് ഉഴപ്പിക്കിടക്കും. അവർക്ക് ദർശനമില്ലാതെ അവരവസാനിച്ചു. എന്നല്ലാത്തവരെല്ലാം നല്ല നിലയിൽ വന്നു. ദൈവവേലയിലായിരിക്കുന്ന പാസ്റ്റർമാർ, നിങ്ങൾ ഈ വീടുകൾ തന്നിരിച്ചോ അല്ലെ ഒരുപാട് പ്രസംഗിച്ചോ ഒന്നും നേടാൻ ധരിക്കാതെ തൊണ്ടത്തൊഴിലാളിയാകാതെ നീ ഒന്ന് കത്തിച്ചേച്ച് നിനക്കെതിരെ ആരാ വരുന്നേ? ഒരു സൈന്യവന്റെ നേരെ പാളയം ഇറങ്ങിയാണ്. ഞാൻ ബൈബിളിൽ ദാവീദല്ലേ പറഞ്ഞേ. ദാവീദിനൊന്നും അങ്ങനെ കഴിവില്ല. പക്ഷെ ദൈവശക്തിയുടെ വ്യാപാരത്തിൽ തകർന്നു പോയി. അപ്പൊ പവർ, ദൈവത്തിന്റെ പവറിൽ യുദ്ധം ചെയ്യണം. നമുക്ക് പോരാട്ടമുള്ളത് നമ്മുടെ വിശ്വാസികൾ അത് വിചാരിക്കുന്നുണ്ടോ?
പോരാട്ടമുള്ളത്? ഒന്നുമില്ല. എന്നാൽ എല്ലാവരും ഉണ്ടോന്ന് ചോദിച്ചാൽ ഉണ്ട്, ഉള്ളവരുണ്ട്. ശക്തമായി പോരാട്ടങ്ങളെ നമ്മൾ കാണണം. ഡെയിലി പോരാട്ടമുണ്ട്. പോരാട്ടം ആത്മാക്കളെ നേടുന്നതിനാ. മനസ്സിലായോ? ആത്മാക്കളെ നേടുന്നതിനായി നിനക്ക് ഈ പ്രാർത്ഥന ആവശ്യം. നീ എവിടെ വേലി കെട്ടുന്നോ അവിടെ പൊളിക്കാൻ നോക്കും. ചില സഭകളിൽ ഒന്നും ഒറ്റയാള് വരികയില്ല. കാരണം വന്ന ആളുകൾ സ്നേഹിതന്മാരുള്ള സുവിശേഷം അറിയുന്നവരല്ല. അവർക്കൊരു കാര്യമുള്ളൂ, ഞാൻ ഒഴികെ ദൈവം, നിങ്ങൾക്കൊരു ദൈവം ഉണ്ടാകുക. ഈ സഭയിൽ ഞാനായിരിക്കണം എല്ലാത്തിനും ഇല്ല, അത് പോകുന്നവരെ. മനസ്സിലായോ? അങ്ങനെയുള്ള സെൽഫിഷ് മോട്ടീവുള്ള സുവിശേഷം മൈൻഡ് ഇല്ലാത്ത ആളുകളെ കൊണ്ടൊന്നും സഭ ഉണ്ടാക്കാൻ. നിങ്ങൾ വലിയ മിടുക്കരായിരിക്കും, നല്ല കഴിവുള്ളവരാണ്. പക്ഷെ നിങ്ങൾക്ക് എന്ത് സാധിച്ചു? We establish a church. We bring more people to Christ. ഒരു 10 പേരെ എണ്ണിക്കാണിക്കാണ് ഇല്ല. പിന്നെ എന്നാ നീ ചെയ്തത്? നീ പിന്നെ എന്നെ എന്തിനാ പ്രാർത്ഥിച്ചത്? ഏത് നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചു അതിനായി ജാഗരിച്ചുകൊണ്ട് സകല വിശുദ്ധന്മാർക്കും. പ്രാർത്ഥനയ്ക്ക് 5-6 ഘട്ടങ്ങളാണ്. ഒന്ന് പ്രൈസാണ്. നിങ്ങൾ ദൈവസേനയിൽ ആദ്യം ചെയ്യേണ്ടത് പ്രൈസാണ്, സ്തുതി. പിന്നെ സ്തുതി അത് നമ്മൾ ദൈവത്തിന് അർപ്പിക്കണം. ആ സ്തുതി പറഞ്ഞുകൊണ്ടിരിക്കണം. പ്രൈസ് പ്രൈസ് പ്രൈസ്. ദൈവത്തെ ആരാധിക്കുക, സ്തുതി പ്രൈസ് ചെയ്യുക, ആരാധിക്കുക. അടുത്തത് കൺഫെഷൻ, പാപങ്ങളെ ഏറ്റു പറയുക. ദാവീദ് പാപം ഏറ്റു പറഞ്ഞത് ഞങ്ങളുടെ കുറ്റങ്ങളെ ക്ഷമിക്കണം. അപ്പം പ്രൈസ്, ഇവിടെ കൺഫെഷൻ. അടുത്തതാണ് പെറ്റീഷൻ. നിന്റെ ആവശ്യം പറയുന്നു. അതാ കർത്താവിന്റെ പ്രാർത്ഥനയുള്ള വിഷയം. പെറ്റീഷൻ, പെറ്റീഷൻ പറയും. അടുത്ത് കഴിഞ്ഞ് ഇന്റർസെഷൻ, മധ്യസ്ഥത പറയും. അത് കഴിഞ്ഞ് അന്യഭാഷയിൽ നീ സംസാരിക്കുക. ഇങ്ങനെ 6-7 മെത്തഡിൽ കൂടെ സംസാരിക്കുമ്പോൾ നിനക്ക് 1 മണിക്കൂറെങ്കിലും സംസാരിക്കാൻ, 1 മണിക്കൂറെങ്കിലും പ്രാർത്ഥിക്കാൻ സാധിക്കും. നീ പ്രൈസ് ചെയ്യും. അതങ്ങനെ ഒരുപാട് കുറ്റയില്ലെന്നേ, ദൈവത്തിന് ഇഷ്ടപ്പെടുന്നു. നോക്കാൻ പറഞ്ഞുകൊണ്ടിരിക്കുക. ലജ്ജ കൂടാതെ മുട്ടിക്കാൻ എനിക്ക് സാധിക്കണം. ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ച് മുട്ടുമ്പേ നിന്ന് പ്രാർത്ഥിച്ച് മേടിച്ചു അതേ പറ്റൂ. ഇത് മാറ്റിയേ പറ്റൂ. കാശ് കിട്ടിയേ പറ്റുള്ളൂ. എന്നെ ആവശ്യങ്ങളുണ്ടല്ലോ പറഞ്ഞാൽ മതി. അപ്പോൾ ഇവിടെ പറഞ്ഞത് എന്താന്ന് ചോദിച്ചാൽ, നമ്മൾ ആദ്യം മുതൽ കുടുംബങ്ങളെല്ലാം വിളിച്ചു വന്നിട്ട് യുദ്ധത്തിൽ നിൽക്കുകയാണെന്ന് ഓർത്തോണം. നിന്റെ മകൻ നേരെ വരുന്നില്ല, അവനെ വെച്ച് പ്രാർത്ഥിക്കണം. നിന്റെ മകളുടെ വിവാഹം നടക്കുന്നില്ലേ, അത് വെച്ച് നീ പ്രാർത്ഥിക്കണം. ഡെഫിനറ്റ് അല്ലാത്തൊരു കാര്യത്തിന് നീയും ആൻസർ തരികയാണ്. മടിയുമാണ്. വീടാണോ വേണ്ടിയത്? അറിയാൻ തരാം. പെണ്ണാണോ വേണ്ടത്? അല്ല, അറിയാൻ തരാം. ഏതാ ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ കഴിയും? ഡെഫിനറ്റ് ആയിട്ട് ആ പേര് എഴുതി വെച്ച് കുഞ്ഞുങ്ങളെല്ലാം എഴുതി പഠിക്കണം. ഞാൻ ഈ സെന്ററിൽ എങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്. റൈറ്റ് ഇറ്റ് ഡൗൺ. എന്റെ ഇവിടെ ജോലി ചെയ്യുന്ന ഒരാള് മകന് എഴുതി വെച്ചിരുന്നു 2 കൊല്ലം മുമ്പ് പത്രത്തിലെ പരസ്യം. പൈലറ്റ് എഞ്ചിനീയർ ആയിട്ട് എടുക്കുന്നു. അതിന്റെ ട്രെയിനിങ് നടക്കും. 2 കൊല്ലം കഴിഞ്ഞ് അവൻ കോളേജ് പാസ്സായപ്പോൾ വീണ്ടും അത് വന്നു. അങ്ങനെ വന്നപ്പോ ഇവൻ അപ്ലൈ ചെയ്തു, അവന് കിട്ടി. അവന് പൈലറ്റ് ആകാനുള്ള കഴിവൊന്നുമില്ല, എന്നാലും അവനെ തിരഞ്ഞെടുത്തു. ഇപ്പൊ പൈലറ്റ് എഞ്ചിനീയറാണ്. ട്രെയിനിങ് നടക്കുക. 2 കൊല്ലം കഴിയുമ്പോൾ പിന്നെ പൈലറ്റിന്റെ എഞ്ചിനീയർ. പിന്നെ കാശ് അതുപോലെ. ഞാൻ പറഞ്ഞത്
ഡെഫിനറ്റ് ആയ ഒരു കാര്യം പറയാതെ ഡെഫിനറ്റ് ആയി വർക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ പിള്ളേരോട് ചോദിച്ചു സാറേ ഒരു 5 രൂപ ഒരു സഹായം ചെയ്യാവോ എന്നല്ല, ഡെഫിനറ്റ് ആയിട്ട് ചെയ്യണം. അതിൽ ഒരുത്തന്നെ അർദ്ധരാത്രി ചോദിച്ചത് 3 അപ്പം പ്രാർത്ഥനയിൽ മടുക്കാതെ ഞാൻ ഒരു പ്രാർത്ഥന ട്രെയിനി സോൾജിയറാണ്. അല്ലാതെ നമ്മള് തള്ളിൽ പോയെന്ന് പറഞ്ഞോണ്ടോ ഇതെല്ലാം കഴിഞ്ഞ് നീ കുഴിയിലിടും, നിന്റെ സ്പിരിറ്റ് തീരുമെന്ന് മനസ്സിലായോ? നിന്റെ കാലമെല്ലാം പോയി, നീ പ്രവർത്തിക്കാൻ സമയമില്ല, കയ്യും കാലും എല്ലാം തളരും, വിഷമിക്കുന്നു, പ്രായം പോയി, എല്ലാം പറഞ്ഞു. ഡു ഇറ്റ് നൗ. ഇപ്പോഴാണ് രക്ഷാ ദിവസം, ഇപ്പോഴാണ് സുപ്രഭാതകാലം. അതുകൊണ്ട് ദൈവം നിങ്ങളെ ഗൾഫിലേക്ക് അയച്ചു. നമ്മുടെ രാജ്യത്തെ ദാരിദ്ര്യവും പ്രയാസങ്ങളും ഒക്കെ ഒരുപാട് ഉണ്ടായിരുന്നു. അതെല്ലാം ദൈവം വിളിച്ച് നമ്മളെ ഒരു ജനമായിട്ട്, പക്ഷെ സുവിശേഷത്തിന് ഒരു അഡ്വാൻസ്മെന്റ് അത് കാണുന്നില്ല, ഒട്ടതും കാണുന്നില്ല. ബന്ധുക്കുസുകാരാണല്ലോ മുന്നേ നിൽക്കുന്നത്, പ്രവചകരായിരുന്നു നിന്നത്. ഇപ്പൊ അവരുണ്ടോന്ന് തന്നെ അറിയാതെ അതേതാ ഇപ്പോഴത്തെ ഇപ്പോ പിന്നെ ബന്ധുക്കുസുകാരാ, അവരും കൂടെ തണുത്താത്ത് നിന്നു. അപ്പൊ കർത്താവിന് വേണ്ടി നിൽക്കാനായിട്ട് ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടും. ശാരീരിക തന്ത്രങ്ങളോട് എതിർപ്പാൻ സർവായുധം ധരിക്കണം. അതൊക്കെ ഉണ്ടോന്ന് ചോദിച്ചാൽ നിങ്ങളോട് പകലത്തെ കാര്യ പറഞ്ഞത്, സ്വപ്നത്തിലെ കാര്യമല്ല, സഹായത്തിലെ കാര്യമല്ല. നിന്റെ ശുശ്രൂഷ ഫലപ്പെടണം. അല്ലെ വെറുതെ ചുമ്മാ അല്ലാതെ മാത്രമേ. കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയ ഒരുപാട് വഴികൾ ദൈവത്തിന്. ആകയാൽ പ്രിയ മക്കൾ അതുപോലെ ദൈവത്തെ അനുഗ്രഹിക്കും. രാത്രി ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ഒരു അത്ഭുതകരമായിട്ടാണ്. ഞാൻ ഇന്നലെ പറഞ്ഞ ശേഷം എനിക്ക് 2 വർഷം ഉണ്ടായി, ചുമയുടെയും ശ്വാസം മുട്ടലും ഒക്കെ ഉണ്ടായി. കർത്താവ് ദാസന്റെ നിർബന്ധം വന്നതുകൊണ്ടാണ് ഞാൻ വീണ്ടും വന്നത്. അരമണിക്കൂറിലോ 1 മണിക്കൂറിലോ പ്രസംഗിക്കാൻ കഴിയും. എന്നാൽ ഇപ്പോൾ ഞാൻ ഇവിടെ നിർത്തുകയാണ്. കാര്യം 1:30 വരെയാണെങ്കിലും സമയം നിങ്ങൾക്ക് ആരാധിക്കാം. നിങ്ങളെ വിളിച്ചതിന് നന്ദി. താങ്ക് യു once again. Praise the Lord.